ഇന്ന് നമ്മൾ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചില മിത്സും ഫാക്ട്സിനെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇൻഷുറൻസ് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആണെന്ന്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ റിസ്കിലിടുകയാണ്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് സ്റ്റാറ്റസ് കാണിക്കാനല്ല, ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഇതൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകും. മിഡിൽ ക്ലാസ് ഫാമിലീസിന് എല്ലാ ചെറിയ വലിയ കാര്യങ്ങൾക്കും പ്രോപ്പർ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എമർജൻസി ഒരിക്കലും പറഞ്ഞിട്ട് വരില്ല. സമയത്തിന് മുൻപേ പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഫാമിലി ഇമോഷണലി മാത്രമല്ല ഫിനാൻഷ്യലിയും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നമുക്കിന്ന് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള 4 മോസ്റ്റ് കോമൺ മിസ്കൺസെപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് മിത്ത് എന്താന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് വയസ്സായ ആളുകൾക്ക് മാത്രമാണ്. ലൈഫ് ഇൻഷുറൻസ് യങ് ഏജിൽ എടുക്കുന്നത് സ്മാർട്ട് ഡിസിഷൻ ആണ്. ഏജ് കുറവാണെങ്കിൽ ഹെൽത്ത് ബെറ്റർ ആയാൽ പ്രീമിയം കുറവായിരിക്കും. ഇനി മിത്ത് 2 എന്താണ്? ലൈഫ് ഇൻഷുറൻസ് വളരെ എക്സ്പെൻസീവ് ആണ്. ഇന്നത്തെ ടൈമിൽ ടേം ഇൻഷുറൻസിൻ്റെ പ്ലാൻസ് വളരെ അഫോർഡബിൾ ആണ്. ചില സമയത്ത് ഒരു കപ്പ് കോഫിയുടെ ചാർജസിനേക്കാളും കുറവ് പേ ചെയ്താൽ ക്രോഡ്സിൻ്റെ കവറേജ് കിട്ടും. മിത്ത് 3, ഞാൻ സിംഗിൾ ആണെങ്കിൽ എനിക്ക് ലൈഫ് ഇൻഷുറൻസ് വേണ്ട. നിങ്ങളുടെ പാരൻസ് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് അവർക്ക് ഫിനാൻഷ്യലി പ്രൊട്ടക്ഷൻ നൽകാൻ സഹായിക്കും. മിത്ത് 4, കമ്പനി ഇൻഷുറൻസ് മതി. എംപ്ലോയർ ഇൻഷുറൻസ് യൂഷ്വലി ലിമിറ്റഡ് കവറേജ് ആണ് തരുന്നത്. ജോബ് ചേഞ്ച് ചെയ്താൽ അത് കിട്ടാതെ പോകും. അതുകൊണ്ട് പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കുന്നത് സേഫർ ഓപ്ഷനാണ്. ഇൻഷുറൻസ് മിത്സ് കേട്ടിട്ട് അവോയ്ഡ് ചെയ്യരുത്. കറക്റ്റ് ഇൻഫോർമേഷൻ യൂസ് ചെയ്ത് ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുക. കൂടുതൽ കോണ്ടന്റിനായി സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.